കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. വൈദ്യുതി ഉപഭോഗം മൂന്നാം ദിവസവും സർവകാല റെക്കോർഡിൽ. സ്വയം സൂക്ഷിച്ചില്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിലവിൽ പവർ കട്ടിനെക്കുറിച്ച് ആലോചനയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 117.15 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6033 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. പ്രതിദിന ഉപയോഗം 6300 മെഗാവാട്ടിലെത്തിയാൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് കെഎസ്ഇബിയുടെ ആലോചന. പവർ കട്ടോ നിയന്ത്രണമോ നിലവിൽ കെഎസ്ഇബി ഏർപ്പെടുത്തില്ല എന്നും ആളുകൾ സ്വയം നിയന്ത്രിക്കാൻ തയ്യാറാകണമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഗ്യാസിൻ്റെ പോയപ്പോൾ ഇഞ്ചക്ഷൻ കുക്കറും AC-യും വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നത് ചെറിയൊരു നിയന്ത്രണം എല്ലാവരും കൊണ്ടുവന്നാൽ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പോകും. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഓടുന്നേ ഉള്ളൂ. കൈ നോക്കിയത് രണ്ട് കളറായി ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊക്കെ തന്നെ അവസ്ഥ. ഇത് തന്നെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഓടിപ്പോകുന്നു, അത്രേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങാൻ ചെറിയ കൊച്ചു കുട്ടികൾ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കേ പറ്റുന്നില്ല. ഒരുപാട് കുടിക്കാറുണ്ട്. നല്ല സ്പീഡാണ് കച്ചവടം. നല്ല ചൂടല്ല. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 14 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.